പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് കാരണക്കാരനായ കെ നായർ പഠിച്ച സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെ ചൊല്ലി തർക്കം. പഴയ കെട്ടിടം പൊളിച്ച് പകരം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കെട്ടിടം പണിയാനുള്ള പത്തനംതിട്ട നഗരസഭയുടെ തീരുമാനത്തിനെതിരെയാണ് സ്കൂൾ സംരക്ഷണ സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. കെ നായരുടെ സ്മരണ നിലനിർത്തി കുട്ടികൾക്കായി ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കണമെന്നാണ് സ്കൂൾ സംരക്ഷണ സമിതിയുടെ ആവശ്യം. പത്തനംതിട്ട വെട്ടിപ്പുറത്ത് 50 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളിലാണ് വെട്ടിപ്പുറം ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. 160 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. ഒരു അങ്കണവാടിയും ബ്ലോക്ക് റിസോഴ്സ് സെന്ററും ഈ സ്ഥലത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുന്നതിനിടെയാണ് സ്കൂളിലെ 105 വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു മാറ്റാൻ നഗരസഭ നോട്ടീസ് നൽകിയത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് കാരണം. എന്നാൽ കെട്ടിടം പൊളിച്ച് തലസ്ഥാനത്ത് ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കെട്ടിടം പണിയാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണം. ഈ സ്കൂള് അൺഫിറ്റ് ആണെങ്കിൽ പൊളിക്കുന്നതിൽ നമുക്ക് എതിരില്ല. പക്ഷെ പൊളിച്ചിട്ട് BRCക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു കളിസ്ഥലം, ഒരു ഓപ്പൺ ഓഡിറ്റോറിയം, അങ്ങനെയാണ് നമ്മുടെ PTAയുടെ ആവശ്യം. കെ നായരുടെ സ്മരണ നിലനിർത്തി ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കുന്നതിലൂടെ കുട്ടികൾക്ക് അസംബ്ലി, കലാകായിക പ്രവർത്തനം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി സ്ഥലം ഉപയോഗിക്കാനാകുമെന്നാണ് സ്കൂൾ സംരക്ഷണ സമിതിയുടെ വാദം. ഓപ്പൺ സ്റ്റേജ് എന്ന ആവശ്യം നഗരസഭയെ ഔദ്യോഗികമായി അറിയിക്കാനാണ് സ്കൂൾ സംരക്ഷണ സമിതിയുടെ തീരുമാനം. മീഡിയ 1 പത്തനംതിട്ട.